എല്ലാവർക്കും നമസ്കാരം. കിച്ചു സുധി ഇന്ന് കിച്ചുവിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം കിച്ചുവിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ക്ലിപ്പ് വെച്ചാണ് സംസാരിച്ചത്. കിച്ചുവിനെ കുറിച്ച് സംസാരിക്കേണ്ട കുറച്ചധികം കാര്യങ്ങൾ അതിനുശേഷം ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് കിച്ചുവിനെ അല്ലേ. അതിന് കാരണം കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരൻ മരിച്ചതിന് ശേഷം ഇതുവരെയും കിച്ചു എവിടെയും വന്നിട്ട് ഞാൻ കൊല്ലം സുധിയുടെ മകനാണ്, സോ എനിക്ക് നിങ്ങളൊരു ചാൻസ് തരണം എന്ന് പറഞ്ഞ് ഞാൻ കണ്ടില്ല. ഒരു വീഡിയോയിലും ഒരു പ്ലാറ്റ്ഫോമിലും ഒരു സ്റ്റേജിലും. എന്നിട്ടും അവൻ ഇന്ന് അവസരങ്ങൾ കിട്ടിത്തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ കഴിവുകൊണ്ടാണ്. ശരിക്കും അവനല്ലേ ഒറ്റയ്ക്ക് വഴിവിട്ട് വന്നവൻ. അച്ഛൻ്റെ പേര് ഉപയോഗിച്ചിട്ടില്ല, അച്ഛൻ്റെ മിമിക്രി കലാകാരൻ എന്ന് പറയുന്ന ആ ഒരു പദവി ഉപയോഗിച്ചിട്ടില്ല, അച്ഛൻ്റെ ചാനലുകളെ അവൻ അപ്രോച്ച് ചെയ്തിട്ടില്ല. ഇതൊന്നും ചെയ്യാതെ തന്നെ അവൻ ഇന്ന് ഒരു ഇനാഗുറേഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ കഴിവുകൊണ്ട് തന്നെയാണ് അവൻ കയറി വന്നിട്ടുള്ളത്. കൊല്ലം സുധി എന്ന് പറയുന്ന ആളുടെ മകൻ എന്ന ലേബൽ അവനായിട്ട് ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ അവനിലേക്ക് ആൾക്കാരെ എത്തിച്ചത് ഒരു പക്ഷേ ആ ലേബലായിരിക്കും. അവൻ എവിടെയും പറഞ്ഞിട്ടില്ല. കൊല്ലം സുധിയുടെ ഭാര്യയായ രേഷ്മ പി തങ്കച്ചൻ രേണു പറഞ്ഞു നടക്കുന്ന പോലെ നാഴികയ്ക്ക് 100 വട്ടം രേണു സുധി രേണു സുധി രേണു സുധി എന്ന് കിച്ചു പറഞ്ഞു നടന്നിട്ടില്ല. ഞാൻ കിച്ചു സുധിയാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ പ്രൊഫൈലിൽ പോലും അവൻ കിച്ചു RD എന്നാണ് എഴുതിയിരിക്കുന്നത്. രാഹുൽ ദാസ് എന്നാണ് അവൻ അറിയപ്പെടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ശരിക്കും പ്രൊമോട്ട് ചെയ്യേണ്ടത്, ശരിക്കും ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ആരെയാണ്? രേണുവിനെയാണോ കിച്ചുവിനെയാണോ? നിങ്ങൾ പറ. കമൻറ്റ് ബോക്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടാണ്. നിങ്ങൾക്ക് പറയാം ആരാണ് ഉയർന്നു വരേണ്ടത്. കിച്ചുവിൻ്റെ ഒരു 1-2 ക്ലിപ്പുകളാണ് ഇന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പ്ലേ ചെയ്യാനുള്ളത്. നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കാം, പക്ഷേ ഈ ക്ലിപ്പുകൾ എനിക്കൊന്ന് പ്ലേ ചെയ്ത് സംസാരിക്കണം തോന്നി. കാരണം ഞാൻ സംസാരിച്ചിട്ടുള്ള കിച്ചു, അവിടെയാണ് എനിക്ക് അവൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലായത്. അവന് നമ്മളോടാണെങ്കിലും മീഡിയയുടെ മുമ്പിലാണെങ്കിലും സംസാരിക്കാൻ അറിയാം. വാ പോയ കോടാലി അല്ല അവൻ. ഇതുവരെ. നാളെ എന്താവും നമുക്കറിയില്ല. ഇനി നാളെ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിമർശിക്കുക തന്നെ ചെയ്യും, അതിന് ഒരു സംശയവും വേണ്ട. നമുക്ക് വീഡിയോ കാണാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തും. കിച്ചു എത്തും. കുറേയധികം കമൻറ്റ്സ് ഞാൻ കണ്ടു. ഈ കിച്ചുവിൻ്റെ ഈ ഇനാഗുറേഷനോട് ബന്ധപ്പെട്ട വീഡിയോയുടെ താഴെ കുറേയധികം കമൻറ്റ്സ് കണ്ടു. എന്തിനാണ് ഇവനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്? റീച്ചിന് വേണ്ടിയല്ലേ? നീ ഈ കമൻറ്റ് ഇട്ടവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നീയൊക്കെ രേണുവിനെ പൊക്കിക്കൊണ്ട് നടന്നത് എന്തിനു വേണ്ടിയായിരുന്നു? മാങ്ങ പറിക്കാൻ വേണ്ടിയായിരുന്നു? എല്ലാവരും ചെയ്യുന്നത് റീച്ചിന് വേണ്ടി തന്നെയാണ്. പക്ഷേ കിച്ചു നല്ല രീതിയിൽ കൂടിയാണ് ഈ പറഞ്ഞ റീച്ച് ഉണ്ടാക്കുന്നത്, അല്ലാണ്ട് തുണി പറിച്ച് ആടിയിട്ടല്ല. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോ കാണാം. ആദ്യം ഉദ്ഘാടനമാണ് അല്ലേ? അതെ ഒരു തുടക്കം ഇവരാണ്. ചേച്ചി എങ്ങനെയാ കിച്ചുവിനെ ആദ്യമായിട്ട് കാണുന്നത്? കിച്ചുവിനെ മലയാളികളായ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പേഴ്സണലി നേരിട്ട് പരിചയപ്പെടുന്നത് എനിക്ക് ശരിക്കും ഇവനടുത്തൊരു കൊല്ലം സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം എനിക്ക് ഞാൻ മഴവിന്റെ മറ്റേ ഫ്ലവേഴ്സിന്റെ അല്ലെ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിലല്ലേ വന്നത്. അപ്പോഴാണ് കുറച്ച് വലുതായ കിച്ചുവിനെ നമ്മൾ കാണുന്നത്. ചേട്ടൻ മരിച്ചതിന് ശേഷം പിന്നെ ഇവരുടെ പരിപാടികൾ അങ്ങനെയൊക്കെ കണ്ടിട്ട് നമുക്ക് എല്ലാ മലയാളി അമ്മമാരെ പോലെ തന്നെ ഒരു ഇഷ്ടമുണ്ട് അവൻ്റെ അടുത്ത്. പക്ഷെ നമുക്കത് അങ്ങനെ പറയാനും അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാണ് അവന്. പിന്നെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളെല്ലാ കൊല്ലം നമ്മുടെ ഒരു ചാനൽ താടിയിൽ പൊട്ടുന്നതാണ്. അപ്പൊ അതിൽ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനൊരിക്കൽ ഇത് എത്രത്തോളം ഇതാവുന്നില്ല. എനിക്ക് എപ്പോഴും നോക്കുമ്പോൾ ഇവന്റെ ഫോട്ടോഷൂട്ടുകൾ അല്ലെങ്കിൽ ഇവൻ സിനിമയിൽ വരിക അങ്ങനെയൊന്നും നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ അവൻ്റെ ഇതൊന്നും കാണുന്നില്ല. അപ്പം പക്ഷെ എന്താണ് ഇവൻ്റെ ഒന്നും വരാത്ത? സുധിച്ചേട്ടൻ്റെ മോനല്ലേ, ഇവന് അവസരങ്ങൾ വന്നിട്ട് ഇവൻ ചെയ്യാത്തതാണോ അത് നമുക്ക് അറിയില്ലല്ലോ. അതോ അവസരങ്ങൾ വരാത്തതാണോ? അപ്പം ഞങ്ങൾ അവനെ ഒരു ദിവസം വിളിച്ച് ചോദിച്ചു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ശരിക്കും. എൻ്റെ അപ്പൂസ എവിടെയാടാ? അപ്പൂസും ഇവനും കൂടി ഏതോ മലമുകളിൽ നിൽക്കണത് ഒരു ഇതൊക്കെ ഞാൻ കണ്ടായിരുന്നു, ഡ്രീമൊക്കെ. അപ്പോൾ ഇവൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് ഇങ്ങനെ നിന്നെ റീൽസും അങ്ങനെ ഫോട്ടോഷൂട്ട് കൊളാബുകളൊക്കെ നീ ചെയ്യാൻ ഇഷ്ടമല്ലേ? ഭയങ്കര ഷൈ പോലെയല്ലേ നമ്മൾ കാണുമ്പോൾ. പക്ഷെ പുള്ളിനെ അടുത്തറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ പറയാ, എല്ലാവരുടെ പോലെ തന്നെ നമുക്കും ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു. നമുക്ക് ഫസ്റ്റ് സംസാരിക്കാനൊക്കെ ഭയങ്കര കഴിയായിരുന്നു. ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു. നമ്മൾ സംസാരിച്ച് അത് പുറത്തേക്ക് കൊണ്ടുവന്നതാ. ഒരു 1 ഡേ ഫുള്ള് ഞങ്ങൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അവനെ വിഷമിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ അവന് ടെൻഷനാവുന്ന രീതിയിലുള്ള ഒരു ചോദ്യങ്ങളും അല്ലെങ്കിൽ ഒന്നിനും ഞങ്ങൾ നിന്നിട്ടില്ല. അവനെ വെച്ച് നല്ല അടിപൊളി കുറച്ച് ഫോട്ടോഷൂട്ടുകളും റീൽസും അതൊക്കെ എടുത്തു. ഞങ്ങൾ അവന്റെ കൂട്ടുകാര് നീ അല്ലേ ഉണ്ടായിരുന്നത്, അവരോട് ചോദിച്ചു പേഴ്സണലി ഇവ എന്താണ് പറഞ്ഞ. അപ്പോൾ അവൻ പറഞ്ഞു നിങ്ങളുടെ കൂടെയാണ് ഇത്രയും ജെല്ലായിട്ട് അവനെ ഞങ്ങൾ കണ്ടേന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കേട്ടല്ലോ, ഇവരും ഒരു അമ്മയാണ്. അതിലുപരി ഈ ഒരു ഇനാഗുറേഷൻ, അവൻ ആദ്യമായിട്ട് ഇനാഗുറേഷന് പോകുന്നത് ഈ ഒരു ഷോപ്പിലാണ്. ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ പോത്തൻകോട്, ട്രിവാൻഡ്രത്ത് പോത്തൻകോടാണ് ഈ ഷോപ്പ് വന്നേക്കുന്നത്. അപ്പോൾ അവിടെയാണ് കിച്ചു ഇനാഗുറേഷൻ വന്നേക്കുന്നത്. ഇത്തരമൊരു പ്രോഗ്രാമിന്, ഈ ഒരു ഇനാഗുറേഷന് കിച്ചുവിനെ വിളിച്ച് അവർക്കാണ് ഒരു നല്ലൊരു കൈയടി കൊടുക്കേണ്ടത്.
കാര്യം അവനെ വിളിക്കാൻ അവർക്ക് തോന്നിയല്ലോ. അല്ലാതെ എന്താ പറയുക, കുറേ അധികം ആൾക്കാർ ജ്വല്ലറി ഇനാഗുറേഷനും ബൊട്ടിക് ഇനാഗുറേഷനും പാർലർ ഇനാഗുറേഷനൊക്കെ വിളിച്ച് തുണിപർ ചാടുന്ന കഥാനായിക പോലെ ഇവർക്കും അവരെ വിളിക്കാൻ തോന്നിയില്ലല്ലോ. അതിനാണ് ഇവർ അഭിനന്ദിക്കേണ്ടത്. ഇവരുടെ വീഡിയോയുടെ താഴെയാണ് കുറേ കോക്കാച്ചികൾ വന്ന് കമൻറ്റ് ചെയ്തേക്കുന്നത്. എന്തിനാണ് ഇവനെ പൊക്കുന്നത്, ഇവൻ രേണുവല്ലേ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഉളുപ്പുണ്ടോ നിനക്കൊക്കെ? അതേ ചോദിക്കാനുള്ളൂ. ഉളുപ്പുണ്ടോ, നാണമുണ്ടോ? രേണു ചോദിക്കുന്ന പോലെ ഞാനുണ്ടോ എന്ന് ചോദിക്കാനുള്ളൂ. അതുണ്ടായിരുന്നെങ്കിൽ അവളെ വീണ്ടും പൊക്കി നടക്കില്ലായിരുന്നു. ഇതുപോലെ സോഷ്യൽ മീഡിയ വെറുത്ത ഒരു സ്ത്രീ ഞാൻ കണ്ടിട്ടില്ല. ബാക്കി കേൾക്കാം. അതുപോലെ ഈ കഥയും ഇതുപോലെ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഹാർഡ് വർക്ക്, ഉറക്കമില്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുത്തൊരു സംഭവം ഇത്. അപ്പം ഇത് നല്ലപോലെ ആവണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം. ഇത് കാണുമ്പോൾ സന്തോഷം ശരിക്കും അവരുടെ മുഖത്ത് അവരുടെ എക്സൈറ്റ്മെന്റ് കണ്ടായിരുന്നു. അവരത്രയും ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു മൊമെന്റ് ആണ്. കാണുന്നവർക്കും ഒരു സന്തോഷം ഉണ്ടാവും. കാര്യം അവനെക്കുറിച്ച് അവനൊന്ന് പുഷ് ചെയ്യാനോ പ്രൊമോട്ട് ചെയ്യാനോ ആരും ശ്രമിച്ചിട്ടില്ല. അവനൊരു സൈഡിൽ അവൻ കൊല്ലത്ത് അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാരുടെ കൂടെ അവൻ്റെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പയ്യൻ. അവനിങ്ങനെ പിക്ക് ചെയ്ത് വരണമെന്ന് അവർക്ക് തോന്നാനും അതവർ ചെയ്യാനും അവനിന്ന് ഇങ്ങനെ ഒരു ലൈം ലൈറ്റിലേക്ക് വരാൻ കാരണക്കാരായത് ഒരു പക്ഷേ ഇവർ തന്നെയായിരിക്കും. അവനിപ്പോൾ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. നല്ല രീതിയിൽ ലൂപ്സി ബൈ കിച്ചു, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവൻ പറയുമായിരിക്കും. നല്ല രീതിയിൽ അത് ഉയർന്നു വരട്ടെ. കൊല്ലം സുധി എന്ന് പറഞ്ഞ കലാകാരൻ്റെ പേര് സുധിയുടെ ഭാര്യ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിലാക്കി മാറ്റാൻ മകന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. അവനത് ചെയ്യും. ഈ മീഡിയക്കാരന്മാർ അവനോട് കിച്ചുവിന് ലൈൻ ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. ഇപ്പോൾ അതേക്കുറിച്ച് സംസാരിക്കേണ്ടതല്ലല്ലോ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞ ശേഷം നമുക്കത് ആലോചിക്കാം എന്നാണ് അവൻ പറയുന്നത്. അത്രയും മെച്ചുവേർഡ് ആയിട്ടുള്ള മറുപടി ഞാൻ ഒരിക്കലും കിച്ചുവിൻ്റെ ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. നമുക്ക് അടുത്ത വീഡിയോ കാണാം. കഴിവുകളും കൂടെ വേണ്ടേ? അല്ലേ ഇവനല്ലേ കഴിവുള്ളവരും അല്ലെങ്കിൽ ഇല്ലാത്ത പലരും ഇങ്ങനെ ഇനോഗ്രേഷൻസും മറ്റു പല കാര്യങ്ങളുമായി അവസരങ്ങൾ വന്നു പോകുമ്പോൾ കഴിവുള്ള അല്ലെങ്കിൽ ആപ്റ്റായ അതിനർഹനായ ഒരാള് ഇവിടെ മാറ്റി നിർത്തപ്പെടാന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമാണ്. അത് തന്നെയായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ടൊരു ഓണം ഫോട്ടോഷൂട്ടില് അവനെ ആദ്യമായിട്ട് ഒരു ഷൂട്ട് ചെയ്തതും അതിലവൻ നല്ല രീതിയിൽ റീൽസ് ചെയ്തതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതൊക്കെ. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു ഇനോഗ്രേഷൻ അവന്റെ ലൈഫിൽ മുന്നോട്ട് ഇനി ചെക്കനെ നിങ്ങളൊക്കെ അവൻ എയർപോർട്ടിൽ നിന്ന് വരുമ്പോ നിങ്ങൾ ഇതുപോലെ അവന്റെ അടുത്ത് നിൽക്കണം. ശരിയല്ല അവർ പറയുന്നത്. അതായത് ഒരു കഴിവുമില്ലാതെ എന്തൊക്കെയോ കഴിവുകൾ ഉണ്ടെന്ന് പ്രഹസനം കാണിക്കുന്ന ആൾക്കാരെ വെച്ചിട്ട് ഇനാഗ്രേഷൻസിനൊക്കെ വിളിക്കുമ്പോൾ അവിടെ ആ ഇനാഗ്രേഷന് വിളിക്കുന്ന ആൾക്കാരെ എക്സ്പെക്ട് ചെയ്യുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. ഈ വ്യക്തിയെ വിളിച്ചു കഴിഞ്ഞാൽ കുറേ അധികം മീഡിയക്കാർ ഒരു 6-7 പേര് അവരുടെ പുറകെ ഉണ്ട്. സോ അവരുടെ ഷോപ്പിൻ്റെ പേര് ബ്രാൻഡ് പുറത്തേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യും. അതാണ് അവരുദ്ദേശിച്ചത്. പക്ഷേ അവിടെ വരുന്ന വ്യക്തിയുടെ ക്വാളിറ്റിയോ കഴിവോ ഒന്നും അവർക്കൊരു വിഷയമേ അല്ല. പബ്ലിസിറ്റി നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, ആ പബ്ലിസിറ്റിക്ക് വേണ്ടി അവരെ വിളിച്ചു. ഇവിടെ കിച്ചുവിന് കഴിവുണ്ട്, അവൻ അഭിനയിക്കുന്നുണ്ട്, അവൻ്റെ കുറേ റീൽസ് പുറത്തു വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ അവൻ പെർഫോം ചെയ്യുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. അതിപ്പോൾ റാപ്പ് സോങ് ആയിക്കോട്ടെ, അവൻ പാട്ട് പാടുന്നുണ്ട്, അവന് കഴിവുണ്ട്. എനിക്ക് തോന്നുന്നു സുധീർ എന്ന് പറഞ്ഞ കലാകാരൻ അയാളുടെ കലയിലെ ഒരു അംശമെങ്കിലും അവനിലുണ്ട്. അപ്പോൾ അവനെയാണ് ശരിക്കും പൊക്കിക്കൊണ്ട് വരേണ്ടതും പ്രൊമോട്ട് ചെയ്യേണ്ടതും. അത് ഇവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നാളെ ഇനി എന്താവുമെന്ന് നമുക്ക് ഇപ്പോഴേ പറയാൻ പറ്റില്ല. നല്ല രീതിക്ക് വരട്ടെ എന്നേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. കഴിവുകൾ അവന് ഒരുപാടുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഇനി കളിക്കാനാണെങ്കിലും പാടാനാണെങ്കിലും എല്ലാത്തിനും നല്ല ഇവനെ ശരിക്കും നല്ലൊരു ഡയറക്ടറുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ പടത്തില് ചെക്കം പൊള്ളിക്കുന്നുള്ളത് 101% ഉറപ്പല്ലേ. അവൻ അതിന്റെ ഒരു ലുക്കും അഭിനയിച്ചില്ലേലും പക്ഷെ നിങ്ങൾ ഇത്രയും പേരോട് ഒരു വാക്ക് ഞാൻ പറയാണ്. കിച്ചുവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഇവൻ വരും. നമ്മളുടെ ഈ ഇൻഡസ്ട്രി ഫിലിം ഇൻഡസ്ട്രിയിൽ അവൻ വരും. വരട്ടെ, നല്ല കാര്യമാണ്. പിന്നെ എനിക്ക് കിച്ചുവിനോട് പറയാനുള്ള കാര്യം, രേണു കാണിക്കുന്ന പോലെ ഈ മീഡിയക്കാർ ചോദിക്കുന്ന കൊണസ്റ്റ് ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാതിരിക്കുക. ഇപ്പോൾ കിച്ചു എന്താണോ ചെയ്തു പോകുന്നത് അതുപോലെ പോവുക. നാളെ ഒരു ലെവൽ എത്തുമ്പോൾ എന്തൊക്കെയോ ആയി എന്നുള്ളൊരു ഭാവം കിച്ചുവിന് വരില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വരാതിരിക്കട്ടെ. വന്നു കഴിഞ്ഞാൽ പോലും ഇത്തരം ടീമുകളെ അടുപ്പിക്കാതിരിക്കുക. അവർ ചോദിക്കുന്ന കുത്തിയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാതിരിക്കുക. ഇനി മറുപടി കൊടുക്കുന്നെങ്കിൽ പോലും ട്രോള് വരുന്ന ലെവലുള്ള മറുപടി കൊടുക്കാതിരിക്കുക. ഇതാണ് പറയാനുള്ളൊരു കാര്യം. കാരണം സോഷ്യൽ മീഡിയ ആണ് വളർത്താനും തളർത്താനും കഴിവുള്ള പ്ലാറ്റ്ഫോമാണ്. നമ്മൾ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യും അതുപോലെ ഇരിക്കും നമ്മുടെ ഭാവി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരെന്ത് തന്നെ പറഞ്ഞാലും നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്യുക.
നിനക്ക് എന്താണോ തെറ്റെന്ന് തോന്നുന്നത് നീ അത് ചെയ്യാതിരിക്കുക, അതിനെതിരെ സംസാരിക്കുക. അത് ആരെക്കുറിച്ച് ചോദിച്ചാലും അവരങ്ങനെ നടക്കുന്നതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചാൽ പോലും നിനക്ക് പറയാനുള്ള കാര്യം പറയുക. കാര്യം നിൻ്റെ അച്ഛൻ്റെ പേരാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ നീ സംസാരിക്കുക തന്നെ വേണം. അതിന് നീ മടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. സംസാരിക്കുന്നിടത്ത് നമ്മൾ സംസാരിക്കുക തന്നെ വേണം. അടുത്തൊരു വീഡിയോ കാണാം. നിങ്ങളോളം ഇന്റർനാഷണൽ ലെവലിലും നമ്മുടെ ചെക്കൻ നാടെന്ന് ഉദ്ഘാടനം ചെയ്യണം. ഇവനെ തന്നെയല്ലേ ശരിക്ക് വിളിക്കേണ്ടത്? അല്ലേ 101%. അല്ലേ? അതാണ് ഈ മീഡിയക്കാരൻ പറഞ്ഞു കേട്ടോ, 101%. ഇതേ മീഡിയക്കാർ തന്നെയാണ് അപ്പുറത്ത് പോയിട്ട് അവളെ പൊക്കുന്നത്. അപ്പോഴോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നിനെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞത്. ഇപ്പം നമ്മൾ തന്നെ, നിങ്ങൾ ഇന്ന് നല്ലത് ചെയ്താൽ നല്ലതെന്ന് തന്നെ പറയും, നാളെ നിങ്ങൾ തെറ്റ് ചെയ്താൽ തെറ്റെന്ന് തന്നെ പറയും. അപ്പോൾ തെറ്റും ശരിയും മനസ്സിലാക്കി മുന്നോട്ട് പോവുക, അത്രമാത്രമേ പറയാനുള്ളൂ. ആരും പെർഫെക്റ്റ് അല്ല, ഞാനും പെർഫെക്റ്റ് അല്ല. കഴിവിൻ്റെ പരമാവധി തെറ്റുകൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു പോകുന്നു, അത്രയേ ഉള്ളൂ. ബാക്കി കാരണം ഇവനെ സുചേട്ടൻ പറിച്ചു വെച്ചിരിക്കുകയാണ്. ഇവനെ തന്നെയാണ് ഈ ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കേണ്ടത്. ഇവന് തന്നെയാണ് സിനിമയിലും റീൽസിലും മറ്റേ എന്ത് ഷോർട്സ് അങ്ങനെ എന്താ പറയാ മറ്റേ ഷോർട്ട് ഫിലിംസും. ശരിക്കുള്ള ചെക്കൻ പുറത്തു കയറുള്ളൂ. അതെ. അപ്പൊ ഇവനാണ് എത്തിപ്പെടേണ്ട അടുത്ത് കട്ടജത്ത്. ആർക്കത് അറിയുമെന്ന് എനിക്കറിയാം. പിന്നെ ഇഷ്ടംപോലെ പാടുന്നുണ്ട്. നന്നായി പാടും, പെട്ടായിട്ട് പാടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കിച്ചുവിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. സോ കിച്ചു ഇനി ഒരുപാട് ഇനാഗുറേഷൻസ് ചെയ്യാൻ പറ്റട്ടെ. കിച്ചുവിൻ്റെ നിലവിലുള്ള ലെവലൊന്ന് മാറി അഭിനയിക്കാനാണെങ്കിൽ അഭിനയിക്കാനുള്ള അവസരങ്ങൾ വരട്ടെ, പാടാനാണെങ്കിൽ പാടാനുള്ള അവസരങ്ങൾ വരട്ടെ. എന്താണോ അവൻ്റെ താല്പര്യം, അതല്ല ഇനി ഈ പറയുന്ന പോലെ ലൂക്സി ബൈ കിച്ചു ആ ഒരു ബ്രാൻഡ് ഒരു വലിയ നിലയിൽ എത്തട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. സോ നിങ്ങളെല്ലാവരും, എനിക്ക് നിങ്ങളോട് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരോട് എൻ്റെ റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ കിച്ചുവിനെ പ്രൊമോട്ട് ചെയ്യുക. മറ്റവരെ തളർത്താൻ വേണ്ടി സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ഇവനെ ഉയർത്താൻ സംസാരിക്കുക. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനും പറ്റും, മറ്റവരെ മൈൻഡ് ചെയ്യാതെ വിടാനും പറ്റും. സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക, ആരാണോ രക്ഷപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അയാൾ രക്ഷപ്പെടും. സോ അതിനുവേണ്ടി നമുക്ക് സംസാരിക്കാം. അതിനു വേണ്ടിയായിരിക്കും ഇനി എൻ്റെയും സംസാരം കൂടുതലായിട്ടുണ്ടാവുക. കിച്ചു ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും നമുക്ക് മുന്നിലേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാം. നല്ല കാര്യങ്ങളാണെങ്കിൽ. അവൻ തെറ്റ് ചെയ്താൽ ആ തെറ്റെന്ന് തന്നെ പറയും, അതിന് ഒരു സംശയവും വേണ്ട. എനിവേ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി നമ്മുടെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആയിട്ടിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.